ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സത്യസന്ധതയും അഭിമാനബോധവും പരിശ്രമശീലരുമായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പലവിധ ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏൽക്കേണ്ടി വരുന്നവരാണ്. എന്നാലോ സ്വയം പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ ജീവിത വിജയം നേടുന്നവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിൽ ഈ ഫെബ്രുവരി മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജീവിത അനുഷ്ഠാനങ്ങളും ഈശ്വര ആരാധനയും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. തിരുവോണം നക്ഷത്രക്കാരുടെ തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സഹായസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ടും ജന്മരാശ്യാധിപതിയാണെങ്കിൽ ധനസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാലും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ഭാഗ്യപരമായിട്ടും എല്ലാം തന്നെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്ന സമയമാണ്. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ ഭാഗ്യാനുഭവങ്ങളും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ലാഭാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിൽ നിന്നുകൊണ്ട് 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടുള്ള ചിലവ് വർധന മൂലം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും സ്നേഹവും എല്ലാം കാണുന്നുണ്ടെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് കടും പായസം ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്.